ഈരാറ്റുപേട്ട നഗരസഭ ജനകീയാസൂത്രണം 14-ാം പഞ്ചവത്സര പദ്ധതിയിലെ 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ക്രിയാത്മക നിർദ്ദേശങ്ങളാൽ ശ്രദ്ധേയമായി. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഫ്സൽ ഇജാസ്, തസ്ലിൻ സിറാജ്, ഇൽമുന്നിസ ഷാഫി, റെയ്ന നൌഫൽ, ഭീമ നാസർ, മറ്റ് കൗൺസിലർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ വിദഗ്ധരും ഉൾക്കൊള്ളുന്ന വകുപ്പ് വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചു. കൗൺസിലർമാരായ കെ. സുനിൽകുമാർ, അബ്സാർ മുരിക്കോലിൽ, സുബേർ വെള്ളാപ്പള്ളി, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ. എ. മുഹമ്മദ് ഹാഷിം, ഷമീർ പുളിക്കച്ചാലിൽ, കെ. ഐ. നൌഷാദ്, റഷീദ് വടയാർ, ഷഹീർ കരുണ, വി. എം. സിറാജ്, പ്രൊഫസർ എ. എം. റഷീദ്, റിട്ടയർഡ് തഹസീൽദാർ എം. എം. അബ്ദുൽ വഹാബ്, എം. എഫ്. അബ്ദുൽ ഖാദർ, ജാഫർ ഈരാറ്റുപേട്ട, തസ്നി കെ. മുഹമ്മദ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. അടുത്ത വർഷത്തെ പദ്ധതിയുടെ തയ്യാറാക്കലും അതിന്റെ സമർപ്പണം രൂപീകരണം നടക്കേണ്ട ഒരു സമയമാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. ചുരുങ്ങിയ സമയങ്ങളാണെങ്കിൽ പോലും കൃത്യമായ നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ഘട്ടമാണ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം എന്ന് പറയും. ആ വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗമാണ് ഇന്നിവിടെ നമ്മൾ കൂടുതൽ. വർക്കിംഗ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം, സാധാരണ ഒരു വാർഷിക പദ്ധതി തയ്യാറാക്കണമെങ്കിൽ ആദ്യം ആ പ്രദേശ സ്ഥാപനത്തെ പരിധിക്കുള്ളിൽ വരുന്ന പൊതുപ്രവർത്തകരായ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് വർക്കിംഗ് ഗ്രൂപ്പുകൾ അതിന്റെ വിഷയാടിസ്ഥാനത്തിൽ, മേഖലാടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഗ്രൂപ്പായി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നഗരപ്രദേശം എന്ന നിലയിൽ എത്തിപ്പെടാനുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസനത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നമ്മുടെ നാട്ടിൽ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണം മുതൽ ഈ കാലയളവ് വരെ പഞ്ചായത്തും നഗരസഭയും ഭരിച്ച ഭരണാധികാരികൾ ചെയ്തു വെച്ച ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. തീർച്ചയായിട്ട് നമുക്കുള്ള റോഡുകൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയും പുതിയ പദ്ധതികൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്കറിയാം കഴിഞ്ഞ ഭരണസമിതി അത് പൊളിച്ചു നീക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് അപകടകരമായ അവസ്ഥയിൽ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ കാലപ്പഴക്കം ചെന്നതുകൊണ്ട് ആ കെട്ടിടം പൊളിച്ചു നീക്കി. പക്ഷെ അടുത്ത സാമ്പത്തിക വർഷം തന്നെ 2026-27 വർഷം തന്നെ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നാടിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇത്രയേറെ ഗൗരവമായ ഒരു പ്രാധാന്യം കൊടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ പോപ്പുലേഷൻ തന്നെയാണ്. നമ്മുടെ ഭൂമി ഈരാറ്റുപേട്ട നഗരസഭയിൽ കൂടുന്നില്ല. പക്ഷെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും പാർപ്പിടങ്ങളുടെയും കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെയും എണ്ണം ക്രമാതീതമായി കൂടി വരും. അത് സ്വാഭാവികമായ കാര്യമാണ്. ജനസംഖ്യ കൂടി വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് ഏറ്റവും സമ്പൂർണമായ പെർഫെക്റ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കേണ്ടത് നഗരസഭയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നഗരസഭയുടെ കമ്മിറ്റികളിൽ ആ വിഷയം ചർച്ച ചെയ്യുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രത്യേകം ചേർന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയുമാണ്. ഒരുപാട് ഫണ്ട്, ഏതാണ്ട് 47 കോടി രൂപയോളം ജില്ലയിലെ ഏക നഗരസഭയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭയാണ്. ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി 47 കോടി രൂപ നിലവിൽ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. 2027 ഡിസംബർ മാസത്തോടുകൂടി ആ ഫണ്ട് ലാപ്സായിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 4 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഈരാറ്റുപേട്ട നഗരസഭയ്ക്കുള്ളിൽ അത്രയും വിശാലമായ ഒരു പ്രോപ്പർട്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുകയുമില്ല. 4 ഏക്കർ സ്ഥലം കണ്ടെത്താനും സാധ്യമല്ല. അതുകൊണ്ട് തൊട്ട് ചേർന്നുള്ള നഗരസഭയോട് പ്ലാന്റ് അവിടെ പ്രവർത്തിക്കാൻ കഴിയും. 4 ഏക്കർ സ്ഥലത്ത് 47 കോടി രൂപയുടെ വലിയ മാലിന്യ സംസ്കരണ പദ്ധതി വരിക എന്ന് പറയുമ്പോൾ ഞാനടക്കം ഇവിടെ നമ്മളെല്ലാവരും മരണപ്പെട്ടു പോയാലും നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയാലും എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങൾക്കപ്പുറവും ഈ നാടിന്റെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്
സ്ഥാനത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രോജക്ട്. അതിന് വേണ്ടിയിട്ട് നഗരസഭ ഗൗരവമായ ചർച്ചയിലേക്ക് പോവുകയാണ്. അപ്പൊ അത് വിരാജപ്പെട്ടയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ ഇവിടേക്ക് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഒരുപാട് നേതാക്കന്മാർ ഇവിടെയുണ്ട്. അപ്പൊ നമ്മളൊക്കെ കണ്ട കേട്ട വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യപ്പാട്ടിൽ ഒരു പാർക്ക് വേണം, ഒരു കളിസ്ഥലം വേണം, അങ്ങനെ ഒത്തിരി 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 ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന് എത്രമാത്രം കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ ആ നിലയിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടണം. അതിനുവേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടുകൂടി പല പദ്ധതികളും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചർച്ച ചെയ്യാനാണ് ഈ വികസന ഈ വർക്കിംഗ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതിനുതകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകണം. ഓരോ വർക്കിംഗ് ഗ്രൂപ്പിലും വളരെ ക്രിയാത്മകമായ വരുന്ന ഒരു വർഷം നമ്മുടെ ഫണ്ട് വെറുതെ ചെലവഴിക്കുക എന്നുള്ളതല്ല, അത് നാടിന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് ഫലപ്രദമായി ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ള കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് രാജ്യപേട്ടയിൽ അത്യാവശ്യം എല്ലാ മേഖലകളിലേക്കും വികസനം എത്തണം. നമ്മെ സംബന്ധിച്ച് നമ്മളുടെ ഫണ്ടുകൾ ഏതാണ്ട് രാജ്യപേട്ട മുനിസിപ്പാലിറ്റിയിലുള്ള ഫണ്ടുകളെ കുറിച്ചൊക്കെ നമുക്ക്, എന്നാൽ പുറത്തു നിന്നും MP MLA അടക്കമുള്ള കേന്ദ്ര ഫണ്ടുകൾ അടക്കം വിരാറ്റുപേട്ടയിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പദ്ധതികൾ അല്ലെങ്കിൽ വികസനമൊക്കെ പൂർത്തിയാകും. നമ്മെ ഫസ്റ്റ് പ്രയോറിറ്റീസിൽ പെടുത്തേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത്, ബാക്കി മനസ്സിലാക്കുന്നത് ആളുകളുടെ പാർപ്പിട പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം പാർപ്പിടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെ. ഈ ഭരണസമിതി ആദ്യം വിളിച്ച ഈ വികസന സെമിനാറുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിരവധിയായ ആളുകൾ പാർപ്പിടമില്ലാതെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്കെല്ലാം പാർപ്പിടം ഒരുക്കുന്ന ഒരു സംവിധാനം ആദ്യം തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ മീനച്ചിലാർ. 2 ആറുകളുടെയും തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നാട് എല്ലാ പാട്ടുകളിലും ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ആളുകൾ എന്ന് പറഞ്ഞാലും ഈരാറിന്റെ ഭംഗിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈരാറ് മീനച്ചിലാറ് ഭംഗിയായിട്ടാണോ നമ്മുടെ ടൗണിലൂടെ ഒഴുകുന്നത് എന്ന് നാം പരിശോധിച്ച് നോക്കണം. നമ്മുടെ MES കവല മുതൽ കടുവാമണി വരെ നീണ്ടു നിൽക്കുന്ന ടൗണിലൂടെ കടന്നു പോകുന്ന മീനച്ചിലാറിന്റെ ഇരുഭാഗങ്ങളിലും അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾക്ക് വാടകയിൽ കൊടുക്കുന്ന കെട്ടിടത്തിന്റെ പിറകുപക്ഷത്ത് മാലിന്യങ്ങളും മറ്റു മാലിന്യമെന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്ന സംസ്കാരമാണ് ഈരാറ്റുപേട്ടയിൽ പൊതുവെ കണ്ടുവരുന്നത്. മാലിന്യ സംസ്കരണത്തോടൊപ്പം നമ്മുടെ മീനച്ചിലാർ സംരക്ഷിക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടാകണം. അതുപോലെ തന്നെ പൊതു കളിസ്ഥലം. ഇന്ന് വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവാക്കളും കുട്ടികളും പങ്കെടുക്കുന്ന ടർഫുകളിലാണ്. ഒരുപക്ഷെ നിർഭാഗ്യം വെച്ചാൽ പൈസയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടർഫുകളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഏറ്റവും സാധാരണക്കാരനായ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ ഒത്തുകൂടുന്ന ഒരു പൊതു കളിസ്ഥലം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്നത് ഏറ്റവും കൂടുതൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. അത് നമ്മുടെ നാടിന്റെ പൊതു ഉത്സവങ്ങൾ എന്നും ഈരാറ്റുപേട്ടയുടെ പൈതൃകത്തെ എന്നും ഓർത്തെടുക്കുന്നത് അരുവിച്ചിറ പെരുന്നാളാണ്. നമ്മുടെ എല്ലാം ഒരു പൊതു ഉത്സവമായി ചെറിയ കാലം മുതൽ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുവരുന്നത് മാതാപിതാക്കളുടെ കൈയും പിടിച്ചുകൊണ്ട് കുട്ടികൾ എന്നെ അരുവിച്ചിറ പെരുന്നാളിന് കൊണ്ടുപോകണം എന്ന് വാശിയോടുകൂടി പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാം സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് അരുവിച്ചിറ പെരുന്നാൾ. അരുവിച്ചിറ പെരുന്നാൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതു ഉത്സവമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ഒരു മതേതര സൗഹാർദ്ദം വിളിച്ചോതുന്ന തരത്തിലുള്ള ഇപ്പോൾ അരുവിച്ചിറ പെരുന്നാൾ ഏപ്രിൽ മാസം എത്താറായി. എല്ലാ പിന്തുണയും നൽകി അത് നമ്മുടെ ഒരു പൊതു ഉത്സവമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം കൂടി ഉണ്ടാകണം. അതുപോലെ തന്നെ ആളുകൾക്ക് അത്യാവശ്യം എന്റർടൈൻ ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങൾ, ലൈബ്രറിയിൽ കൂടുതൽ പുസ്തകങ്ങൾ, അതുപോലെയുള്ള എല്ലാ മേഖലയെയും ഉൾക്കൊള്ളുന്ന സാധ്യതകൾ കൂടി നമ്മുടെ ഈ നാട്ടിലുണ്ടാവണം. ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുമുണ്ട്. പൊതുവെ ഒന്നും അംഗീകരിക്കാത്ത ഒരു സമീപനമാണ് ട്രാഫിക് ചട്ടങ്ങൾ പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലംഘിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ആളുകൾക്കിടയിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണത്തിൽ ചെറിയ ഭേദഗതിയിൽ വരുത്തുക എന്നത് അന്നും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഭേദപ്പെട്ട ഒരു ട്രാഫിക് പരിഷ്കരണം എന്ന നിലയിൽ അത് പൂർണ്ണമായും നടപ്പാക്കുന്ന കാര്യത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതൊരു മുനിസിപ്പാലിറ്റിയിൽ ഭരണസമിതിയിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പരാജയമല്ല. അതിനപ്പുറത്തേക്ക് ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പരാജയം തന്നെയായി കണക്കാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള മെച്ചപ്പെട്ട ട്രാഫിക് പരിഷ്കരണം തുടങ്ങി എല്ലാ മേഖലയിലും കരുത്താർജിക്കുന്ന വികസനം നമുക്കുണ്ടാകണം. ആദ്യം പറഞ്ഞ ഈരാറ്റുപേട്ടയിൽ വികസനപരമായി വലിയ വികസനങ്ങളൊന്നും
നടപ്പിലാക്കാൻ കഴിയാതെയാണ് ഈരാറ്റുപേട്ട മുൻ ഭരണസമിതികളൊക്കെ കഴിഞ്ഞുപോയത്. വളരെയേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരായ കൗൺസിലർമാരെ ഈരാറ്റുപേട്ട ജനങ്ങളൊന്നടങ്കം തിരഞ്ഞെടുത്ത് അയച്ചത്. തീർച്ചയായും രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറം നാടിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം വരുന്ന 5 വർഷക്കാലവും ഈ നാട്ടിൽ നടപ്പിലാകേണ്ടത്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലോക്കൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം പാർപ്പിടം എന്നുള്ളത് തന്നെയാണ്. 100% അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കഴിഞ്ഞ ഭരണസമിതി ആ കാര്യത്തിൽ വൻ വിജയമാണെന്നൊന്നും അവകാശപ്പെടുവാൻ ഞാനില്ല. ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട്, അതുപോലെ നമ്മുടെ കുടിവെള്ള പ്രശ്നം, പല മേഖലകളിലും കുടിവെള്ള പ്രശ്നമുണ്ട്, അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പൊതുവായുള്ള വികസന കാഴ്ചപ്പാടുകൾ, ഇപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അതിപ്രസരം ഈരാറ്റുപേട്ടയിലെ പല ജലസ്രോതസ്സുകളെ അടക്കം, അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയുടെ പൊതുവിടങ്ങളെ വളരെ വൃത്തിഹീനമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈരാറ്റുപേട്ട ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ഒരു ബിൽഡിങ്ങിൽ ഇന്നലെ എനിക്ക് ഒരാവശ്യവുമായി ഒരു കമ്മിറ്റിയുമായി കയറി ചെല്ലാൻ സാധിച്ചു. മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ ആ ഈരാറ്റുപേട്ടയുടെ നഗരഹൃദയത്തിലുള്ള ബിൽഡിങ്ങിലേക്ക് ഒരു മനുഷ്യന് കയറി ചെല്ലുവാൻ സാധ്യമല്ല. ഇവിടുത്തെ കെട്ടിട ഉടമകൾ അവരുടെ വാടകയും അതുപോലുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം നൽകുന്നത്. ഈരാറ്റുപേട്ട മീനച്ചിലാറിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേസ്റ്റുകൾ മുഴുവൻ നമുക്ക് വൈകുന്നേരങ്ങളിലും അതിരാവിലെയും ഈരാറ്റുപേട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ മാലിന്യങ്ങൾ ഒന്നടങ്കം മീനച്ചിലാറിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ കുടിവെള്ള സ്രോതസ്സിനെ നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഈരാറ്റുപേട്ടയിലുണ്ട്. ഭരണസമിതി അത് മുഖം നോക്കാതെ നടപടി എടുക്കണം എന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. ചെയർമാൻ നമ്മുടെ ഭാവി വികസന പ്രവർത്തനം എങ്ങനെയാവണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവിടെ സംസാരിച്ചത് തീർച്ചയായും അങ്ങനെ പോകുമ്പോൾ LDFിന്റെയും അല്ലെങ്കിൽ CPIയുടെയും വലിയ രൂപത്തിലുള്ള ശക്തമായ ഒരു പിന്തുണ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിക്കാൻ. കൂടുതലും ഈരാറ്റുപേട്ടയുടെ നഗരത്തിന് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒരു ടീം വർക്ക് ഈ നഗരസഭയുടെ 5 വർഷം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് എന്തെല്ലാമാണോ ഇവിടെ പറഞ്ഞു വെച്ച, ഓരോരുത്തരും പറഞ്ഞു വെച്ച എല്ലാവരും ഒരേ ആവശ്യങ്ങൾ തന്നെയാണ്. ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ നഗരത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടായ ഒരു ടീം വർക്ക് ഈ 5 വർഷം തുടർന്നു പോയാൽ തീർച്ചയായും ഈരാറ്റുപേട്ട നഗരസഭ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും വിട്ടുപോയതെന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ഈരാറ്റുപേട്ട നഗരസഭ നമുക്കറിയാം, 2 പുഴകൾ, അതിൻ്റെ അനുഗ്രഹം ഇവിടുത്തെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിലേക്ക് കൊണ്ട് മാലിന്യം എറിഞ്ഞുകൊണ്ട് ആ പുഴയെ നശിപ്പിക്കുന്നവരെ കൈക്ക് പിടിക്കാനും നഗരസഭയ്ക്ക് പ്രധാനമായിട്ടും കഴിയണം. പിന്നെ ഒരു കാര്യം ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. ഈരാറ്റുപേട്ടയിലെ ചെറുപ്പക്കാർക്കിടയിൽ ലഹരി വ്യാപകമാവുന്നതിനെ കുറിച്ച് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അതിനും എൻ്റെ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഈ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈരാറ്റുപേട്ടയ്ക്ക് എന്താണ് വേണ്ടതെന്നും എന്തിൻ്റെ ആണ് കുറവെന്നും ഇവിടേക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ പാർട്ടിക്കാരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. സേവന മേഖലയിൽ, മറ്റ് വികസന മേഖലകളിൽ എല്ലാ ഈരാറ്റുപേട്ട വളരെ കുറഞ്ഞതാണ്. ഇത് മുന്നോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ ഭരണസമിതി ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ ഉത്തരവാദിത്വം ഇതാണ് എന്നാണ് ഓരോരുത്തരും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത്, ഇനി നടക്കുന്ന ചർച്ചകളിൽ
നമുക്ക് വേണ്ട ഈ നാട്ടിൽ വേണ്ട എല്ലാ ആവശ്യങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും അത് രേഖപ്പെടുത്തി അത് ഈ കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് വരികയും ചെയ്തു. അതോടൊപ്പം നടപ്പാക്കുവാനുള്ള ശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം പൂർണ്ണമായിട്ടും ഈ പ്രതിഷേധ മന്ത്രി പാർട്ടി യുടെ സഹകരണം ഉണ്ടാകുമെന്ന് മാത്രം പാർട്ടി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന്റെ ഫയലുകൾക്ക് പുറകെ പോവുക അത് സാധ്യമാക്കാത്തുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പബ്ലിക്കൊക്കെ പലപ്പോഴും വരാറില്ല, അത് ബന്ധപ്പെടുത്താറില്ല എന്നുള്ളതുകൊണ്ട് ഇവർക്ക് ഈ സംഘടനയെ കുറിച്ച് അതിലേക്ക് ഉണ്ടാവില്ല. ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കെല്ലാം അറിയാം. ധാരാളം കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് ആവർത്തിക്കുന്ന ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് റോഡുകളെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായ ഒരു കരുതൽ വേണം. കാരണം റോഡുകൾ നന്നായാൽ തന്നെ മിക്കവാറും ആളുകളുടെ മനസ്സിൽ ഈ എന്താ പറയുക ഈ ഭരണ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള മേഖലയാണ്. അത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അഴിമതി അതിൽ ഫോക്കസ് തന്നെയുണ്ട്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. അതിനൊക്കെ അപ്പുറത്തേക്ക് പോയി നല്ല റോഡുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കുന്നതിലേക്ക് വരണം. അത് മാത്രമേ സൂചിപ്പിക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ പിന്തുണയുടെ ഭാഗത്തുണ്ടാവും. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ നഗരഭരണം ഏറ്റവും ഭംഗിയായിട്ട് പോകാം. ഒന്ന്, ദൈനംദിനം നഗരസഭ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, നല്ല റോഡുകൾ, വഴി വെളിച്ചം, ശുചിത്വം, ഇതൊക്കെയാണല്ലോ ദൈനംദിനം നമ്മൾ ശ്രദ്ധിക്കേണ്ട, നഗരസഭ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ലോങ് ടൈമിലുള്ള നമ്മളുടെ നഗരസഭയുടെ ഭരണത്തെയും ഭരണ മികവിനെയും അടയാളപ്പെടുത്താൻ കഴിയുന്ന ലോങ് ടൈം ലക്ഷ്യങ്ങൾ. അതാണ് നമ്മളുടെ ബസ് സ്റ്റാൻഡ്, അതുപോലെയുള്ള വികസനങ്ങൾ. മൂന്നാമത്തെ കാര്യം, ദൈനംദിനം നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ട് വരുന്ന, ഉയർന്നു വരുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ. ഏറ്റവും പ്രധാനം തെരുവുനായ ശല്യമാണ്. അങ്ങനെ ട്രാഫിക് പ്രോബ്ലമാണ്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നമ്മളുടെ 16 വർക്കിംഗ് ഗ്രൂപ്പുകളാണെന്ന് തോന്നുന്നു നിർദ്ദേശങ്ങൾ വന്നാൽ ഉറപ്പായിട്ടും ഏറ്റവും അടിപൊളിയായി ഈ നഗരഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പ്രിയപ്പെട്ട ചെയർമാൻ പറഞ്ഞതുപോലെ ഈ നഗരഭരണ സമിതിയിൽ ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള ഏറ്റവും ആദ്യത്തെ നിർണായകമായിട്ടുള്ള ഒരു കാൽവയ്പാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പൊതുവെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എപ്പോഴും ആവശ്യം വരുന്ന ആൾക്കാർ മുനിസിപ്പാലിറ്റി ആണെങ്കിലും മറ്റു ഓഫീസുകളോ ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും സമയത്തിന് ആവശ്യങ്ങൾ നടക്കാതെ പോയാലും അതിന് ചീത്ത കേൾക്കേണ്ടി വരുന്ന പലപ്പോഴും കൗൺസിലർമാരായിരിക്കും, അല്ലെങ്കിൽ ചെയർമാനൊക്കെ ആയിരിക്കും. ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഏറ്റവും നല്ല സേവനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ പലപ്പോഴും ജനങ്ങൾ തൃപ്തരായിരിക്കും. അതിന് ആദ്യമായി വേണ്ടത് ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ്. എന്റെ തന്നെ പല ഉദാഹരണങ്ങളും പലപ്പോഴും അവിടെ സംഭവിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് തന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നു. വളരെ 1, 2, 3 മിനിറ്റുകൾ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന പല കാര്യങ്ങളും ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രശ്നവും ഒരു ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായിട്ടാണ് ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു വന്നിട്ടുള്ളത്. ഇതിന് പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ തന്നെ ചില പ്രശ്നങ്ങൾ, ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും പല സ്റ്റാഫുകളും മാറി മാറി അവിടെ പോകാറുണ്ട്. കിട്ടാതെ വരുമ്പോഴാണ് ഒരിക്കൽ ഞാൻ പോയത്. ഞാൻ അവിടെ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്നു, ഈ കാര്യങ്ങൾ പറഞ്ഞു, നോക്കി എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ പരിശോധിക്കുമ്പോൾ വേറൊരു കൗൺസിലർ വേറൊരു ആവശ്യത്തിന് അവിടെ വന്നു. സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥനല്ലേ, കൗൺസിലർ പറയുന്നതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അവര് ഇത് മടക്കി വെച്ച് അതെടുക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് മറ്റൊരാൾ വന്നു, വേറൊരു കൗൺസിലർ, അവരുടെ പേപ്പർ എടുക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം ഞാൻ അവരുടെ സൈഡിൽ ഇങ്ങനെ കൈകുത്തി നിന്നതല്ലാതെ ഈ വന്ന ഒരാളുടെയും പരിപാടി നടന്നില്ല. 1.5 മണിക്കൂർ ആ ഉദ്യോഗസ്ഥയ്ക്ക് വെറുതെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഒരാവശ്യം വന്നാൽ ഈ ബന്ധപ്പെട്ട കൗൺസിലറോ ആരെങ്കിലും ആ ആവശ്യത്തിന് മാത്രം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പോവുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സമയം നഷ്ടപ്പെടും. അവർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ആ സംഘടന സഹിക്കോ ഇല്ലാതെ ഞാൻ തൊട്ടടുത്ത് കണ്ട വേറൊരു മെമ്പറിനോട് എന്റെ വിഷമം പറയുകയും, അനസായിരുന്നു,
അനസിനോട് പറഞ്ഞ് ആ ആവശ്യവും നടത്തി തന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യം നടത്തി തന്നു. അല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഇതിനൊരു പരിഹാരമായി ഞാൻ പറയുന്നത്, ഇത്തരം ആവശ്യം വരുമ്പോൾ ഞാനൊന്നും പോയത് കൃത്രിമമായി എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയല്ല, ഒരു തടസ്സവും ഇല്ലാത്ത രേഖാമൂലം നിയമപരമായി കിട്ടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇങ്ങനത്തെ ആവശ്യത്തിന് പോകുമ്പോൾ പോലും അത് സമയത്ത് കിട്ടാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് സെക്രട്ടേറിയറ്റിലോ അതുപോലെയുള്ള ഓഫീസുകളിലൊക്കെ ഇപ്പൊ ചെന്നാൽ, DPI ഉൾപ്പെടെയുള്ള ഓഫീസിൽ ഇപ്പൊ ചെന്നാൽ നമുക്ക് കാണാം, വിസിറ്റേഴ്സിന് അനുവദിക്കുന്നത് ഉച്ചയ്ക്ക് 3 മണി മുതലാണ്. അതുപോലെ ഒരു സംവിധാനം നമ്മുടെ ഓഫീസിൽ വരികയാണെങ്കിൽ ആ സമയത്ത് മാത്രം പൊതുജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ അതിനു മുമ്പ് സ്വതന്ത്രമായി അവർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കും. നമ്മുടെ പല ആവശ്യങ്ങളും ആ സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് കൃത്യമായി ആ രേഖ അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഫ്രണ്ട് ഓഫീസ് വഴിയാണെങ്കിലും നമുക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു സംവിധാനം ആലോചിച്ചാൽ നടക്കുമെന്നുണ്ടെങ്കിൽ, മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രശ്നങ്ങൾ മൂലം, ഉദാഹരണം ഞാനൊന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ടയിൽ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതിന്റെ ലൈസൻസിന് വന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞത് പാരാമെഡിക്കലിന്റെ ലൈസൻസ് വേണം, അതുകൂടെ ഉണ്ടെങ്കിൽ പുതുക്കി തരുമെന്ന് പറഞ്ഞു. പാരാമെഡിക്കലിന് കിട്ടണമെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് കാണിക്കണം. അതുണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ, ഇതുണ്ടെങ്കിലേ അത് തരുള്ളൂ. രണ്ടും ഒറ്റ ഓഫീസിൽ നിന്ന് തരേണ്ടതാണ്. 3 മാസമാണ് അതിനുവേണ്ടി സമയം നഷ്ടപ്പെട്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവും. പാരാമെഡിക്കലിന് കിട്ടണമെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥാപനം നടത്താനുള്ള ലൈസൻസ് കാണിക്കണം. അത് കിട്ടണമെങ്കിൽ പാരാമെഡിക്കലിന്റെ കാണിക്കണം. ഇത് രണ്ടും ഒരു ഓഫീസിൽ നിന്നാണ് വരേണ്ടത്. 3 മാസത്തിന് ശേഷമാണ് അത് കിട്ടിയത്. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇത്തരം രേഖകൾ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി കൊടുക്കണം എന്ന് എളിയ അഭ്യർത്ഥന മാത്രമാണ്. അതേപോലെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ, വികസനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ, ഈരാറ്റുപേട്ടയില് പല സ്ഥലത്തും നല്ലൊരു ജിംനേഷ്യം ഇല്ല എന്നുള്ളത് കുറവാണ്, നല്ലൊരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളത് കുറവാണ്, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല എന്നുള്ളത് കുറവാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പൊതുജനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ വരികയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നതിന് തടസ്സപ്പെടുത്താതിരുന്നാൽ പൊതുജന പങ്കാളിത്തത്തോടെ പല പരിപാടികളും നടത്താൻ സാധിക്കും. അതിന് എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണം ഉണ്ടാവണമെന്നും, അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഈരാറ്റുപേട്ടയിലെ പൊതുപ്രശ്നമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. റെഗുലേറ്റർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു മുമ്പ്. അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അതുപോലെ മലങ്കര കുടിവെള്ളം അത് നടപ്പിലാക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഈരാറ്റുപേട്ടയുടെ പൊതു പ്രശ്നമാണ്. ഒരു തൂണിന്റെ വീട്ടിൽ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, എല്ലാ വാർഡിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് എല്ലാ മെമ്പർമാരും എല്ലാ കൗൺസിലർമാരും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അതിന് നടപ്പിലാക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു, അതവിടെ ബസ് കയറി ഇറങ്ങുന്ന രീതിയിൽ മാത്രമാക്കിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ടയുടെ മറ്റു പ്രദേശങ്ങളിൽ കിഴക്കേക്കരയോ വടക്കേക്കരയോ തെക്കേക്കരയോ ഒക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ ആ ഭാഗവും വികസിക്കും. ഈരാറ്റുപേട്ട ടൗൺ ഭംഗിയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കിയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ള സ്റ്റേഡിയം. ഇപ്പം നടക്കൽ പ്രദേശത്തൊക്കെ സ്റ്റേഡിയത്തിന് ആവശ്യമായ സർക്കാർ ഭൂമി തന്നെയുണ്ട്. ഒന്ന് പരിവർത്തിപ്പിച്ചെടുത്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈരാറ്റുപേട്ടയിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാകണമെന്നും അതേപോലെ നല്ലൊരു ഉദ്യാനം ഉണ്ടാകണമെന്നും, ഉദ്യാനത്തിന് ആവശ്യമായ സ്ഥലം നമ്മുടെ റാഷീദ് കൗൺസിൽ പറഞ്ഞിരുന്നു. ഈരാറ്റുപേട്ട ടൗണിൽ തന്നെ അതിന് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട്. നല്ലൊരു ഉദ്യാനമാക്കി എടുക്കാൻ സാധിക്കും, പുഴയോട് ചേർന്ന സ്ഥലത്ത് തന്നെ. ഇത്തരം കാര്യങ്ങൾ കൗൺസിലർമാർ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നടപ്പിലാക്കാനുള്ള ശ്രമം കൂടി നടത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വികസന പദ്ധതി വരുമ്പോൾ അത് എന്റെ വാർഡിൽ തന്നെ വരണം എന്ന് കൗൺസിലർമാർ ബലം പിടിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അടുത്തുള്ള വാർഡിൽ ആണെങ്കിൽ പോലും അത് ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു മഹത്തായ ലക്ഷ്യം വെച്ച് ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നുകൂടി. നടന്ന ഒരു പഠന റിപ്പോർട്ടിൽ ഈരാറ്റുപേട്ട ഡ്രോട്ട് ഏരിയ എപ്പോഴും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിട്ടാണ്. ഇവിടെ വാട്ടർ സോഴ്സുകൾ കുറവാണ്. ഒന്നാമതായി പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ വാട്ടർ സോഴ്സുകളെല്ലാം മലീനസുമാണ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ കൊണ്ടും എല്ലാം കൂടെ ഇവിടെ കുടിവെള്ളത്തിന്റെ സ്രോതസ് വളരെ മോശമായ അവസ്ഥയുണ്ട്. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടാങ്കും അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈരാറ്റുപേട്ടയിൽ വളരെ
ശാന്തമായി പ്രവർത്തിക്കുന്ന ഫോസ്റ്റർ ഫൗണ്ടേഷൻ അതിന്റെ പിന്നാലെ പോവുകയും ഏകദേശം 25 കോടി രൂപ അനുവദിക്കുകയും അതിന്റെ ടെൻഡർ മലപ്പുറക്കാരനായ സമത് എന്ന് പറഞ്ഞ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുഴുവൻ സർവേ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ആ വർക്കുകളുമായിട്ട് ബഹുമാനപ്പെട്ട കൗൺസിലർമാര് വളരെയധികം സജീവമായി തന്നെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം അതിന് കോൺട്രാക്ട് ടെൻഡർ എടുത്തിട്ട് ഏകദേശം 3 മാസത്തോളമായിട്ടുണ്ട്. 25 കോടി രൂപ 20 കോടി രൂപ നമ്മുടെ കിഴക്കേക്കരയ്ക്കും 5 കോടി രൂപ നമ്മുടെ തെക്കേക്കരയ്ക്കുമാണ് അനുവദിച്ചിട്ടുള്ളത്. ആ സ്കീമുമായി വളരെ ആത്മാർത്ഥമായി സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമുക്കിപ്പോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ ഡ്രോട്ട് സീസണാണ്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കി വെള്ളം എത്തിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നിലവിൽ സാഹചര്യമില്ല. കാരണം ഇപ്പോ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അത് മുനിസിപ്പാലിറ്റി ആ കാര്യത്തിൽ വളരെ സജീവമായ ഒരു സംവിധാനം ഉണ്ടാവണം. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നീലൂരിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ വയ്യ, ട്രീറ്റ് ചെയ്യാത്ത വെള്ളം സപ്ലൈ ചെയ്യുന്ന ഏക മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട. അപ്പൊ അത് മാറി നമുക്ക് ആ വെള്ളം കിട്ടുവാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് അത് സാധിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവണം. പിന്നെ ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡിന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ബസ് സ്റ്റാൻഡ് അല്ല അവിടെ ബസ് ബിൽഡിംഗ് അല്ല വേണ്ടത്, അവിടെ ഒരു ബസ് ബേ ആണ് വേണ്ടത്. നമുക്ക് ടൗണുകളിൽ നമ്മൾ എങ്ങനെയാണ് ബസ്സുകൾ ആ കാരിയറിൽ പോകുന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇവിടെ തിരക്കുണ്ടാവുന്നില്ല. ഒരു ടൈം കീപ്പിംഗ് യൂണിറ്റും അത്യാവശ്യം റിഫ്രഷ്മെന്റ് സെന്ററും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അവിടെ വേണ്ടത്. ഒരിക്കലും വലിയ വലിയ കെട്ടു സമുച്ചയങ്ങൾ ഇതിനൊക്കെ ആവശ്യമില്ല. നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും ഇത്ര ജനപ്രതിനിധികൾ 29 പേര് നമുക്കുണ്ട്. അതിൽ 10-12 പേരൊക്കെ സാധാരണ പങ്കെടുക്കുന്നത്. ഇവിടെ മുഴുവൻ പങ്കെടുത്തില്ലെങ്കിലും മിക്കവാറും എല്ലാവരും തന്നെ പങ്കെടുത്തുവെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വിദ്യാഭ്യാസ സംഘം അവിടെ കൂടിയത്. അപ്പൊ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൾ എച്ച് ഉണ്ടാക്കിയപ്പോൾ അവര് പ്രിൻസിപ്പൾ എച്ചപ്പോ ഒക്കെ അവിടെ മൂത്രപ്പുരയുടെ ദൗർബല്യം, കുടിവെള്ളത്തിന്റെ പ്രശ്നം, മറ്റ് അത്യാവശ്യം ഒരു സ്കൂളിന് വേണ്ട ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം നമ്മൾ പത്രത്തിലൂടെ അല്ലാതെയൊക്കെ ധാരാളം കെട്ടിട വികസനങ്ങൾ അവിടെ നടക്കുന്നു, ധാരാളം ഫണ്ടുകൾ വരുന്നു, കിഫ്ബി ഫണ്ടുകൾ വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അവർ പറഞ്ഞു കേട്ടിട്ട് ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഒന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ സൗകര്യങ്ങൾ നമുക്കിങ്ങനെ ഒരു മീറ്റിങ്ങിലൊക്കെ കേൾക്കുമ്പോൾ നാണക്കേടാണ് നമ്മുടെ പൊതുവെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടാകണം. അവിടെ ഗവൺമെന്റ് MPS ഉണ്ടായിരുന്നു. അവിടെ ധാരാളം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ 1000-ലേറെ കുട്ടികൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ ഗവൺമെന്റ് മുസ്ലിം LPS പഠിക്കുന്നു. അവിടെയും ഇനി സൗകര്യങ്ങൾ വേണ്ടതുണ്ട്. എന്റെ ഒരു അറിവില് ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും ഫണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ ആ കാര്യത്തിൽ അതിനി കൂടുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കേണ്ട ഒരു അവസ്ഥ വരാതെ അവിടെ ഒരു മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ ഇപ്പോ വലിയ ബഹളമയമായിരുന്നു. ഒരു ശാന്തമായിട്ട് നിന്ന് നമ്മുടെ ആശയങ്ങൾ പറയാനും അതൊന്ന് എല്ലാവരും കേൾക്കാനും ആ ഗ്രൂപ്പെങ്കിലും കേൾക്കാനും പറ്റുന്ന ഒരു അവസരം ഇവിടെ കിട്ടിയില്ല. അപ്പൊ പിന്നെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ സബ് കമ്മിറ്റികളെ വിളിച്ച് കൂടിയാൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും, നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. ഇത്രയേറെ ജനസാന്ദ്രതയുടെ ഈരാറ്റുപേട്ട പല കാര്യങ്ങളും വൈഷമ്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ മാനവ വിഭവശേഷി അതിഭയങ്കരമാണ്. അത് ഉപയോഗപ്പെടുത്തിയാൽ വളരെ ഫലപ്രദമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സൂചിപ്പിക്കും എങ്ങനെയെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേക സമയം നിശ്ചയിക്കാൻ പറ്റുമെങ്കിൽ പബ്ലിക് വിസിറ്റേഴ്സിന് വരാനുള്ള സമയം നിശ്ചയിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഉപകാരമാണെന്ന അഭിപ്രായം ഞങ്ങളൊക്കെ കൗൺസിലർമാരാണെങ്കിലും ഷെയർ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ സാറുള്ളതുപോലെ ഉദ്യോഗസ്ഥരടുത്ത് നമ്മൾ നിൽക്കും. നമ്മൾ നിന്ന് 5 മിനിറ്റ് അടുത്ത ആള് ഉദ്യോഗസ്ഥർ നേരെ ആ പയക്കാണെങ്കിൽ ഇങ്ങോട്ട് പോകും. അങ്ങനെ 3-4 പേര് കൂടി അവസാനം ഉച്ചയാകുന്നു. അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് സമയം നിശ്ചയിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു കാര്യമാണെന്ന് അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമത് ഈ ബോർഡുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ആരോഗ്യ മേഖല. രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഇവിടെ എപ്പോഴും ചെയർമാൻ പറയുന്നത് പോലെ വലിയ ജനങ്ങളുടെ കോർപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. സത്യത്തിൽ ഞങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ് ഈ ആരോഗ്യ കാര്യത്തിൽ പെട്ടു എന്നുള്ളതുകൊണ്ട്. ഞങ്ങൾ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നമുക്ക് ചെയ്താൽ തീരാത്ത ചോദ്യമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് അതിനകത്ത് ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് ചർച്ച ചെയ്തപ്പോൾ പ്രിയപ്പെട്ട അഭിലാഷ് ഉണ്ടായിരുന്നു, സിദ്ദീഖ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനകത്തൊക്കെ വിലപ്പെട്ട ഒരു അഭിപ്രായങ്ങളാണുള്ളത്. ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ മുനിസിപ്പാലിറ്റി കൂടുമ്പോൾ കുറച്ച് പബ്ലിക്കിനെ മാത്രം വിളിച്ച് ഈരാറ്റുപേട്ടയിലുള്ള തലയെടുപ്പുള്ള
അത്യാവശ്യം പബ്ലിക്കായി കാണുന്ന ഒരു 8-10 പേരെ വിളിച്ച് അഭിപ്രായം തെളിയാൻ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അഭിലാഷം സിദ്ദീഖ് പോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കടുവാമൊഴിയിൽ നമ്മുടെ സെന്റ് ജോർജ് കോളേജിന്റെ അടുത്തുള്ള പാലത്തിനടിയിൽ ഏതാണ്ട് 6 അടി പൊക്കത്തിലാണ് സിദ്ദീഖ് പറഞ്ഞത്. 5-6 അടി പൊക്കത്തിൽ അതിന് പൊട്ടിക്ക് നിൽക്കുക. അപ്പൊ ആ പൊട്ടിക്ക് നിൽക്കുന്ന 4 ലെവലിൽ നിന്ന് ചെടി കെട്ടിക്കുന്ന സാധ്യതയാണ്. ഇവിടെ നിന്ന് പോകുന്ന അഴുക്കും സാധാരണ പൊട്ടിക്ക് നിർമ്മിക്കുമ്പോൾ ഷട്ടർ വെള്ളത്തടിച്ചിട്ട് അറിയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ അത് നിൽക്കുന്നത് കൊണ്ട് 6 അടി പൊക്കത്തിൽ ചെടി നിൽക്കുന്ന സാധ്യത ഒരാണെങ്കിൽ ഇറങ്ങി വീണാൽ അവിടെ ആഴ്ന്ന സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു സംവിധാനത്തിന് പരിഹാരം ഉണ്ടാക്കണം. സിദ്ദീഖ് പറഞ്ഞ അഭിപ്രായം പൊട്ടിക്ക് മാറ്റി കുറച്ചോ ഷട്ടർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. വെള്ളത്തിനകത്ത് ഷട്ടർ ഉണ്ടാക്കുമെന്ന് അറിയാൻ എനിക്കറിയില്ല. ഏതായാലും അതിനെ കുറിച്ച് പഠിച്ച് അങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ അതിനൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഉണ്ടാകണം. ആരോഗ്യ മേഖല ഏറ്റവും വിലപ്പെട്ട ഒരു മേഖലയാണ്. അതിനകത്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഉണ്ടാകുന്ന സൂചിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ വിസിറ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ തീരുമാനിച്ചാൽ വലിയ കാര്യമാണെന്നുള്ള അഭിപ്രായം. ഞാൻ പങ്കെടുത്തത് വിദ്യാഭ്യാസം, കല, സംസ്കാരം, കായികം, യുവജന കാര്യങ്ങളുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ചർച്ചയിലായിരുന്നു. അതിനു മുമ്പായി തന്നെ പൊതുവായ ഒരു കാര്യം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എനിക്കും പറയാനുള്ളത് റോഡുകളുടെ അവസ്ഥ. കാരണം റോഡുകളുടെ അവസ്ഥ ഏറ്റവും മെച്ചപ്പെടുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു വികസനം അവിടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞൊരു കൂടുതൽ ട്രേഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ ടൂറിസം മേഖലകളിലും ഒക്കെ ഒരു വളർച്ച റോഡുകൾ നന്നാവുന്നതോടുകൂടി തന്നെ വരും എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലകളിൽ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇവിടെ ഷെയർ ചെയ്യുകയുണ്ടായി. ആ കാര്യത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഫണ്ടിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈരാറ്റുപേട്ടയിൽ ഒരുപാട് ബിസിനസ് മാഗ്നറ്റുകൾ അവരുടെ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് അവരോട് ആവശ്യപ്പെടാൻ പറ്റുമെങ്കിൽ CSR ഫണ്ട് അവരുടേത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പ്രയോഗിക്കുക എന്ന ഒരു നിർദ്ദേശം നമ്മൾ കർശനമായി വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വളരെ നിസ്സാരമായി തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആ CSR ഫണ്ട് അവർക്കും ഉപകാരമാണ്. CSR ഫണ്ട് മറ്റുള്ള മേഖലകളിൽ ചെലവഴിക്കുന്നതിലുപരിയായി വിദ്യാഭ്യാസ മേഖലകളിൽ ചെലവഴിക്കുകയാണെങ്കിൽ അവർക്കും പോയിന്റുകൾ കൂടാനും ടാക്സ് റേറ്റായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ബിസിനസ്സുകാർക്കും ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് പരിഗണനയിൽ വെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വളരെ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് കിടപ്പുണ്ട്. വെറുതെ കാട് കയറി കിടക്കുന്നതിലുപരിയായി അത് വൃത്തിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ ഓപ്പൺ ജിം ആണെങ്കിലും ഇപ്പൊ നമ്മുടെ നിലവിലുള്ള ഒരു ഓപ്പൺ ജിം ആണെങ്കിലും ഓപ്പൺ ആണ് അതിന്റെ. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒരു റൂഫ് അവിടെ എന്തെങ്കിലും റെഡിയാക്കുവാണെങ്കിൽ ആ ഉപകരണങ്ങൾ നശിച്ചു പോകാതെ ആളുകൾക്ക് ഏത് സമയത്തും വന്ന് പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ വരും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പൊതുവായിട്ടുള്ള ഈ അവയർനെസ് ക്ലാസ്സുകൾ നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്കിടയിൽ കുറവായിട്ടുള്ള PSC, SSC, RRB തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകളും അതിനുള്ള അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതും ഉപകാരമാവും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിനായിട്ട് ഈ പറഞ്ഞതുപോലെ CG പോലുള്ള സംഘടനകളുടെ നേതൃത്വം നമ്മളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഫാക്ട് എന്ന് പറഞ്ഞിരുന്നത് പറയാതിരിക്കുക ശരിയല്ല എന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ഒരു അംഗം എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഭരണസമിതി പാർപ്പിടത്തിന് വേണ്ടി ആരുടെ തർക്കിക്കാൻ മറുപടി പറയുന്നതല്ല, ഒന്നും അവയർനെസ്സിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഭരണസമിതി പാർപ്പിടത്തിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് 4,50,00,000 രൂപയാണ്. ഏകദേശം കണക്കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 225 വീടുകൾ നിർമ്മിക്കാനുള്ള പണമാണ് പാർപ്പിട ഭവന പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി ചെലവാക്കിയത്. പക്ഷെ ഫലത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് 100 വീടുകളിൽ താഴെയാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞതിന് മുമ്പിലുള്ള ഭരണസമിതി അന്ന് വീടുകൾ അനുവദിച്ചപ്പോഴത്തേക്ക് ആ വീടുകൾക്കുള്ള പൈസ മൊത്തം ലോണായിട്ടാണ് എടുത്തത്. ആ ലോൺ അടവ് തുടങ്ങിയത് ഈ ഭരണസമിതി കയറിയത് ഏകദേശം 70 ലക്ഷം രൂപ ഇയറിൽ കിട്ടുന്ന ഫണ്ടിന് തിരിച്ച് അടങ്ങി പോവുകയാണ്. അപ്പം പാർപ്പിട പദ്ധതിക്ക് ഏകദേശം നമ്മൾ കണക്കുകൂട്ടി കഴിഞ്ഞാൽ 225 ഉണ്ടെങ്കിൽ 250 വീടുകൾ ഇടയ്ക്കുള്ള എമൗണ്ട് നമ്മളിപ്പം ഈ ഭവന പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട സംഘത്തിൽ ഒരു നല്ല നിർദ്ദേശങ്ങൾ CSR ഫണ്ടിന്റെ ഉൾപ്പെടെ വെച്ചിട്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക വളരെ നല്ല ഒരു അഭിപ്രായം തന്നെയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും ഒക്കെ ആയിട്ട് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. അപ്പൊ CSR ഫണ്ട് അതിനുവേണ്ടി കളക്ട് ചെയ്യാനുള്ളതാണ് ചെയർപേഴ്സൺ അതിനുവേണ്ടിയൊക്കെ ഒരു പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. പിന്നെ ഇതിലൊരു പ്രശ്നം നമുക്ക് അവർക്ക് നിർബന്ധപൂർവ്വം ഇന്ന ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ എന്ന് ആവശ്യപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ കഴിഞ്ഞ മുമ്പിലത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം വന്നപ്പോഴത്തേക്ക്
നേരത്തെ CSR ഫണ്ട് പ്രാദേശിക സർക്കാരുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം CSR ഫണ്ട് വിനിയോഗിക്കാൻ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ ആ നിയമം കേന്ദ്ര സർക്കാർ എടുത്തു പറ്റും. അതുകൊണ്ട് ഇവരുടെ ഫണ്ട് വിനിയോഗത്തിൽ കുറവ് വരുന്നതുകൊണ്ടായിരിക്കും അവരത് മാറ്റിയിട്ട് ഇപ്പോൾ അത് ഓരോ കമ്പനിയും അവർ തന്നെ അവരുടേതായിട്ടുള്ള രീതിക്ക് CSR ഫണ്ട് വിനിയോഗിക്കുക, അതിന്റെ കണക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്നത് ഈ CSR ഫണ്ടുകളിൽ ഇവരുടേതായിട്ടുള്ള വേണ്ടപ്പെട്ട ആളുകൾക്കും അങ്ങനെയുള്ള ഇവരുടേതായിട്ടുള്ള ഇതിൽ ഈ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള നിലയ്ക്ക് ചെലവഴിച്ചിട്ട് അതിന്റെ കണക്ക് സർക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് നിർബന്ധപൂർവ്വം ഇന്ന പദ്ധതികൾക്ക് ചെലവഴിക്കണം എന്ന് നിർദ്ദേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പിന്നെ നമുക്ക് അവരോടൊരു അപേക്ഷ വെക്കാം എന്നുള്ളത് ഞങ്ങൾ ഇന്ന പദ്ധതികളുണ്ട്, ആ പദ്ധതികൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തതിനുള്ള അപേക്ഷ വെക്കുക എന്നുള്ളതാണ് അത് അനുചിതം എന്ന് തോന്നുന്നു. മറ്റു വിഷയങ്ങളൊക്കെ വളരെ നല്ല മനോഹരമായിട്ട് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടാൻ പറ്റി. നമ്മുടെ ഈ സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമാണ്. അത് നമുക്ക് അടുത്ത ഇതിൽ പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.